എൻ്റെ പേര് കുര്യൻ. അപ്പം നാളെ നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട്സ് വരികയാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് എന്ത് വേണമെങ്കിലും ആവാം. വീണ്ടും ഇടത് ഭരിക്കാം, അല്ലെങ്കിൽ വലതുപക്ഷം വരാം, ഇതും അല്ലെങ്കിൽ മൂന്നാമത് BJP വരാം, അല്ലെങ്കിൽ വേറെ ആര് വേണമെങ്കിലും വരാം, ആര് വേണമെങ്കിലും നമ്മൾ ഭരിക്കാം. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ തല്ലുകൂടാതിരിക്കുക. അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് വാശിയും ആവേശമൊക്കെ ഉണ്ട്. നമ്മുടെ വാശിയും ആവേശവും എല്ലാം നല്ലതാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ ഐഡിയോളജികളെല്ലാം നല്ലതാണ്. പക്ഷെ ഒരു കാര്യം എല്ലാവരും ഓർക്കണം, നമ്മുടെ ഐഡിയോളജികളാണ് വ്യത്യാസം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളാണ് വ്യത്യാസം. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് മനുഷ്യർ തന്നെയാണ്. അതിൻ്റെ പേരിലുള്ള എല്ലാ തവണയും നടക്കുന്ന പോലത്തെ തല്ലുകളോ പ്രശ്നങ്ങളോ ഒക്കെ മാക്സിമം ഒഴിവാക്കുക. നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടി ജയിച്ചാൽ ഓക്കെ, അവർ ജയിച്ചു, അവർ ഭരിക്കട്ടെ, ഓക്കെ. എന്നാലും ആര് ഭരിച്ചാലും നമുക്ക് ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളായിരിക്കണം. പിന്നെ ഒരു കാര്യം, ഈ കഴിഞ്ഞ ഇലക്ഷൻ വോട്ട് ചെയ്ത ദിവസത്തിൽ എൻ്റെ അവകാശം ഞാൻ നിർവഹിച്ചു അല്ലെങ്കിൽ എൻ്റെ കാര്യം ഞാൻ നിർവഹിച്ചു എന്നുള്ളതല്ല. ഇനി അങ്ങോട്ടുള്ള അടുത്ത 5 വർഷം ഏതൊരു പാർട്ടി തന്നെയാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുക. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾക്ക് എനിക്ക് വേണ്ടി അവർ ചോദിച്ചോളും എന്നാരും വിചാരിക്കരുത്. നമ്മൾ തന്നെയാണ് നമുക്ക് വേണ്ടി ചോദിക്കേണ്ടത്. അപ്പം നമ്മുടെ അവകാശങ്ങൾ തീർന്നിട്ടില്ല. ഡെമോക്രസിയിലെ ഏറ്റവും വലിയ ഭാഗമാണ് വി ദ പീപ്പിൾ. അപ്പം നമ്മുടെ റൈറ്റ്സ് ഇനിയുള്ള കാലത്തും എല്ലാവർക്കും നിർവഹിക്കാൻ പറ്റട്ടെ. അപ്പോൾ ബൈ.